ഹലോ ഗൈസ്, എല്ലാവർക്കും ജോസഫ് പേട്ടങ്ങനെ മറ്റൊരു സ്വാഗതം കേട്ടോ. അപ്പം ഇന്ന് നമ്മൾ വീഡിയോ അല്ല വ്ളോഗുമായിട്ടാണ്, നമ്മുടെ ചാനലിലെ ആദ്യത്തെ വ്ളോഗാട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് ഇഷ്ടപ്പെട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മൾ ഈ വ്ളോഗിനകത്ത് നമ്മുടെ കസിൻസ് മാത്രമേ ഉള്ളൂ, എല്ലാവരും നമ്മുടെ കസിൻസാണ്. പിന്നെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ മറക്കണ്ട. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും പിന്നെ ഷെയർ ചെയ്യുകയും പിന്നെ എന്തായാലും താഴെ ആ ചുമല ബട്ടണിൽ പോയിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇനി കൂടുതലൊന്നും പറയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇതാ കിടക്കുന്നുണ്ടോ, അതാട്ടോ നമ്മൾ പോകാൻ വേണ്ടി പോകുന്ന ഹൗസ് ബോട്ട്. ഇപ്പോൾ എല്ലാവരും കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമുക്കും കൂടി ഇനി കയറിപ്പോയി കാണാം കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മളതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. എല്ലാവരും ഇപ്പോൾ എല്ലാം കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ, ഉള്ളിൽ എന്തൊക്കെയാണ് ഉള്ളതെന്നൊക്കെ. അപ്പോൾ ഇതാട്ടോ നമ്മുടെ അതിനകത്തെ സ്റ്റാഫാന്ന് തോന്നുന്നു, നമുക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും കേട്ടോ. നമുക്ക് റൂമൊക്കെ പോയി നോക്കാം കേട്ടോ. ഈ റൈറ്റ് സൈഡിൽ ഇപ്പോൾ കയറി പോകുന്നുണ്ടോ, അതാണ് അപ്പർ ഡെക്കിലേക്ക് പോകുന്ന വഴി കേട്ടോ. അതാട്ടോ ഫസ്റ്റ് റൂം. അത്യാവശ്യം രണ്ടും റിച്ചാട്ടോ, റിച്ച് സെറ്റപ്പ്, അത്യാവശ്യം റിച്ച് സെറ്റപ്പാണ് രണ്ട് റൂമും. അതാണ് അതിനകത്തെ ഫസ്റ്റ് റൂം. AC ആട്ടോ രണ്ടും, പക്ഷേ അതിൻ്റെ സ്വിച്ച് എവിടെയാണെന്ന് മാത്രം അറിയത്തില്ല. അപ്പോൾ അതാ നമ്മൾ സെക്കൻഡ് റൂമിലേക്ക് കയറി കേട്ടോ. അതാട്ടോ അതിൻ്റെ സെക്കൻഡ് റൂം. ഞാൻ നേരെ പോയി ഒന്ന് ബെഡിൽ ഇരുന്ന് നോക്കി കേട്ടോ. നേരെ നോക്കുമ്പോൾ തന്നെ നല്ലൊരു വിൻഡോ വ്യൂ ഉണ്ട് കേട്ടോ. അതാണ് നമ്മുടെ സെക്കൻഡ് റൂം. രണ്ട് റൂമും അത് ടോയ്ലറ്റ് അറ്റാച്ച്ഡ് ആട്ടോ. ഇതാണ് നമ്മുടെ ടോയ്ലറ്റും. സൈഡിൽ ഒരു വ്യൂ ഒക്കെ ഉണ്ട് കേട്ടോ. ഇപ്പുറത്തെ സൈഡിലാണ് ഈ വാഷിംഗ് മെഷീനും ഉണ്ട്. രണ്ട് വ്യൂ ഉണ്ട് കേട്ടോ സൈഡിലായിട്ട്. നമുക്കൊന്ന് മേളിലേക്ക് കയറി നോക്കാം. അത് നമ്മൾ മണ്ടയ്ക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് അപ്പർ ഡെക്ക്. അപ്പർ ഡെക്കിൽ നല്ലൊരു വ്യൂ തന്നെയുണ്ട് കേട്ടോ. അപ്പർ ഡെക്കിൽ ഹാഫ് ഭാഗം മാത്രമേ ഇത് കവേർഡുള്ളൂ, ബാക്കി വെയിലാട്ടോ, ഓപ്പണാട്ടോ. അത്യാവശ്യം വേണ്ടവർക്ക് തണലത്ത് വെക്കാം, അതല്ലാത്തവർക്ക് വെയിലത്ത് നിൽക്കാം. ഇപ്പോൾ നമ്മൾ താഴേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ബോട്ട് നല്ലവണ്ണം അത്യാവശ്യം വലിയ സ്പീഡല്ല, ആവശ്യത്തിന് സ്പീഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും കേട്ടോ. ചെറിയ സ്പീഡിൽ. ഇപ്പം എല്ലാവരും ഫോട്ടോ എടുക്കലും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കും കേട്ടോ എല്ലാവരും. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോയി കാണുകയും ഒക്കെ ആയിട്ടാണ് പോയി നിൽക്കുന്നത്. പിന്നെ നമ്മുടെ ഫസ്റ്റത്തെ വ്ളോഗായതുകൊണ്ട് നല്ല രീതിയിൽ പറയാൻ ഉണ്ടാകുമെന്ന് അറിയാം, എന്നാലും ഒന്ന് ക്ഷമിക്കണം കേട്ടോ. ഇൻട്രൊഡക്ഷനൊക്കെ പറയാൻ തുടങ്ങി. എന്നാലും വലിയ പറയാനൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എന്നാൽ നമ്മളിനി കേക്ക് മുറിക്കൽ ചടങ്ങിലേക്ക് കടങ്ങും കേട്ടോ. ഇപ്പോൾ കേക്ക് മുറിക്കൽ കഴിഞ്ഞ് പാടെ വെൽക്കം ഡ്രിങ്ക് വന്നു. ഞാൻ കൂടെ വരുമ്പോൾ കാരണം എടുക്കട്ടെ ഒരു ഗ്ലാസ് വെൽക്കം ഡ്രിങ്ക്. ഇപ്പോൾ ഇച്ചിരി സ്പീഡ് കൂടിയോ എന്നൊരു സംശയം ഇല്ലാതെ ഇല്ല കേട്ടോ ബോട്ടിന്. ഇച്ചിരി കാറ്റൊക്കെ ആയിട്ടുണ്ട്. എല്ലാവരും വളരെ സന്തോഷമായിട്ടിരിക്കുക, ഹാപ്പിയായിട്ടിരിക്കുക, എൻജോയ് ചെയ്യുക. ഭക്ഷണം പിന്നെ അതുപോലെ എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാംസ് നമുക്ക് നല്ലൊരു നിങ്ങൾ ബോറടിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ മാക്സിമം കുറേയൊക്കെ ഭാഗം കട്ട് ചെയ്തൊക്കെ ചെയ്തിട്ട് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും അതിനകത്ത് കൂടണം, സഹകരിക്കണം. പിന്നെ ആദ്യത്തെ പ്രോഗ്രാം എന്താ ചെയ്യുന്നത്?
അപ്പോൾ ഇതാ കിൽക്കിക്കുത്തിൻ്റെ സാധനങ്ങളെല്ലാം എടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ 3 ഡയസ് വിട്ടിട്ട് കൊത്തി കഴിക്കുമെങ്കിൽ ഇവിടെ രണ്ടിൽ വെച്ച് രണ്ടടിക്കും. അവർക്ക് ആ വെച്ചതിന്റെ 2 പൈസ കിട്ടും. അങ്ങനെ കളി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും പൈസ എല്ലാം വെച്ച് തുടങ്ങി. ഞാൻ ഇപ്പോൾ പൈസ വെക്കുന്നില്ല, ഞാൻ ഇച്ചിരി കളി ഒന്ന് കണ്ടിട്ടേ പൈസ വെക്കുന്നുള്ളൂ. ഞാൻ ഇത് ആദ്യമായിട്ടാണ് കേട്ടോ. ബോറിംഗ് ആയിരിക്കാൻ വേണ്ടി ഞാൻ കുറേ എല്ലാം കട്ട് ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ. വെച്ചു അതാ ഫസ്റ്റത്തെ കളി കളിച്ചു. ഇത് ഇനി ഒരു 5-6-7-8 പ്രാവശ്യം കളിച്ചു കേട്ടോ. ഇതാ ഫ്രണ്ടിലത്തെ വ്യൂ. ഇപ്പം ഇച്ചിരി നല്ല ശാന്തമായിട്ട് പോയിക്കൊണ്ടിരിക്കും കേട്ടോ. ഞാനും അത്യാവശ്യം സ്പീഡിൽ തന്നെ കേട്ടോ പോകുന്നത്. കാണിച്ചു തരാം കണ്ടോ. ഇങ്ങനെ നമ്മളിത് നിർത്തിയിട്ടിട്ടുണ്ട്, ബോട്ട് നിർത്തിയിട്ടേക്കുക. അന്നേരം ഇത് മീനെ പിടിക്കാൻ വേണ്ടി നമ്മൾ തുടങ്ങിയായിരുന്നു കേട്ടോ. മീനെ പിടിച്ചു, ആദ്യത്തെ മീനെ കിട്ടി. അങ്ങനെ രണ്ടാമത്തെ മീനും കിട്ടി കേട്ടോ. ഞാനൊക്കെ എന്തോരായിട്ടെന്നറിയാം, അപ്പോൾ കിട്ടുന്നേ ഇത് എന്നെ സംഭവം അറിയില്ല, വലിച്ചൊക്കെ ലക്ക് വേണം. അങ്ങനെ നമ്മൾ അടുത്ത പരിപാടിയിലേക്ക് കടന്ന് ഭക്ഷണം കഴിക്കില്ല. ഇപ്പോൾ ഉച്ചയായിട്ടുണ്ട് കേട്ടോ. 12:30-1 മണിയൊക്കെ ആയിട്ടുണ്ട്. നല്ല വിപുലസമൃദ്ധമായ ഒരു ഭക്ഷണമായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ആവശ്യത്തിന് ഭക്ഷണമെല്ലാം എടുത്തുകൊണ്ടിരിക്കും കേട്ടോ. ഞാനും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഭക്ഷണമെല്ലാം കഴിച്ച് കഴിഞ്ഞ് ഇപ്പോൾ പട്ടണത്തിലേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ നല്ല കാഴ്ചയൊക്കെ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത് കുറേ സിസ്റ്റർമാർ വേറെ സ്പോട്ടിൽ ഇങ്ങനെ പോകുമായിരുന്നു കേട്ടോ. ഞങ്ങൾ കുറേ കാറി കൂവി ലാസ്റ്റ് വിളി കേട്ടു കേട്ടോ. അങ്ങനെ ഞാനിത് ഒന്നുകൂടെ താഴേക്ക് വന്ന് നിങ്ങൾക്ക് ശരിക്കും ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി. ഇപ്പം ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ കേട്ടോ താഴെ. ഇതാണ് ഏറ്റവും താഴത്തെ ശരിക്കുള്ള വ്യൂ. അത്രയും പേർക്ക് ഇരിക്കാനുള്ള ഒരു ഇതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ വണ്ടിക്കാണ് ഭയങ്കര ഫോട്ടോഷൂട്ടാണ് കേട്ടോ. എല്ലാവരുടെയും സിംഗിൾ ഫോട്ടോസ് എടുത്തു. പിന്നെ ഫോട്ടോസും എടുത്തു കേട്ടോ. എൻ്റേത് ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കയറി ഫോളോ ചെയ്യണേ. ഇപ്പോൾ ഇതാ ബോട്ട് ചേട്ടൻ പറപ്പിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. നല്ല സ്പീഡിലാട്ടോ പോകുന്നത്. അത്യാവശ്യം നല്ല സ്പീഡിലാണ് പോകുന്നത്. നല്ല കാറ്റും ഉണ്ട് കേട്ടോ. ഇപ്പോൾ താഴേക്ക് ഞങ്ങൾ എല്ലാവരും ഇറങ്ങി വന്നു കേട്ടോ. പരിപാടിയൊക്കെ ഏകദേശം തീരാൻ വേണ്ടി പോവാം. അപ്പോൾ ചേട്ടൻ നല്ല പറപ്പിച്ച് വീഴും കേട്ടോ ബോട്ട്. കായലരികത്ത് വലയെറിഞ്ഞപ്പം വളകിലുക്കിയ സുന്ദരി അവസാനം ഭയങ്കര ഡാൻസും പാട്ടും ഒക്കെ ആയിരുന്നു.
വലിയ കൈയടി നമുക്ക് അന്നമോ കൊടുക്കാം. എല്ലാവരും കൈയടിച്ച്. ശാന്തരാത്രി ശിവരാത്രി ബോറടിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ഇതെല്ലാം സ്കിപ്പ് ചെയ്ത് കളയുക കേട്ടോ. കുറച്ച് ഭാഗങ്ങൾ മാത്രമേ കാണിക്കുന്നുള്ളൂ. നമുക്ക് ഭയങ്കര ബോറിംഗ് ആയിപ്പോ. അങ്ങനെ നമ്മുടെ ലാസ്റ്റത്തെ ചായയും കടിയും കൊണ്ട് കേട്ടോ. നല്ല ബ്ലേഡ് പഴംപൊരി ഉണ്ടായിരുന്നു. ഏറ്റവും ലാസ്റ്റ് നല്ല DJ പാട്ടൊക്കെ ഇട്ടിട്ട് ഡാൻസ് ആയിരുന്നു കേട്ടോ. അതെല്ലാവരും നല്ലോണം എൻജോയ് ചെയ്ത് കോപ്പറേറ്റ് അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടോ ഞാൻ ഒത്തിരി നേരം കാണിക്കാത്ത. അങ്ങനെ നമ്മുടെ ലാസ്റ്റത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് നമ്മൾ ആ ബോട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. ഇതാണ് നമ്മൾ വന്ന ബോട്ട്. ഒന്നുകൂടെ ഒന്ന് കാണിച്ചിടാം. ശരി, അങ്ങോട്ടൊന്ന് നിൽക്കട്ടെ. ആ സമയം ഏകദേശം ഒരു 4 മണി ആയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മൾ വന്ന ബോട്ട്. പിന്നെ ഇനി ഇവരുടെ പരസ്യം കാണുമ്പോൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ കാണിച്ചിടാം കേട്ടോ. അപ്പോൾ നമ്മളിത് എല്ലാ പരിപാടിയും കഴിഞ്ഞ് ബാഗെല്ലാം എടുത്ത് നമ്മളിപ്പോൾ വണ്ടിയിലേക്ക് കയറും കേട്ടോ. ആ കിടക്കുന്ന ബസ് കണ്ടോ, അതിനായിട്ട് നമ്മൾ വന്നേ. അവിടെ ഒരു ഫ്ലെക്സ് കാണുന്നുണ്ട്, നമുക്ക് അതാണോ നോക്കാം. അത് തന്നെ ഇപ്പം കാണിച്ചു തരാം കേട്ടോ. എന്താ ബേഗൽ റിവർ എന്ന് പറയുന്നവരുടെ കേട്ടോ നമ്മുടെ നമ്മളിപ്പോൾ പോയ ബോട്ട്. ഇവരുടെ ഫോൺ നമ്പറും ഇവർക്കൊരു സൈറ്റ് ഉണ്ട്, അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിലേക്ക് കൊടുക്കാം കേട്ടോ. വേണ്ടവർക്ക് ചെക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാൻ വരെ അടി.